കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ദൈവം സംസാരിച്ച ചില നിമിഷങ്ങളെ വിശുദ്ധ ഗ്രന്ഥം വളരെ മനോഹരമായി നമ്മളോട് പറയുന്നുണ്ട്. ദൈവം എവിടെയാണ്, എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയല്ല. ആ സംസാരിക്കുന്നത് ചില പ്രവൃത്തികളിലൂടെയാണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. പ്രിയമുള്ളവരെ, ഒരു സ്ഥലം അത് വിശുദ്ധമാണ് എന്ന് ദൈവം പഠിപ്പിക്കുന്നത് അഗ്നിയിലൂടെയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, രാജകൊട്ടാരത്തിൽ വളരെ സുഭിക്ഷമായ ഭക്ഷണവും ആയോധന കലയും പഠിച്ച് രാജപുത്രനെ പോലെ വളരെ സന്തോഷവാനായി ജീവിച്ച മോശ ഒന്നുമില്ലാത്തവനായി മണലാരണ്യത്തിൽ പാമ്പുകൾ, വിഷപ്പാമ്പുകൾ പതിയിരിക്കുന്ന ഇടങ്ങളിൽ ശ്രദ്ധയോടെ നടന്ന് ആടുകളെ മേച്ച് അവൻ ആ മലയുടെ മുകളിൽ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ അരികിൽ വന്നപ്പോഴാണ് അവൻ ദൈവം സാന്നിധ്യം അവൻ തിരിച്ചറിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം സംസാരിക്കുന്നതും അറിയുന്നത് ചില കഷ്ടതകളിലൂടെയാണ്. നമ്മുടെ സമ്പത്തും നമ്മുടെ സ്ഥാനവും നമ്മുടെ മാനവും എല്ലാം നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ കടന്നു വരും. മോശയുടെ ജീവിതത്തിൽ അവനെല്ലാം ഉണ്ടായിട്ടും ആ സമയത്ത് ദൈവം സംസാരിച്ചില്ല. അവനൊരു കൊലപാതകിയായി അവൻ ആ വീട്ടിൽ നിന്ന് മണലാരണ്യത്തിലൂടെ ഓടി രക്ഷപ്പെട്ട് ഏകാന്ത പതികനായി ആ മണലാരണ്യത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ആരാലും അറിയപ്പെടാതെ ആടിനെ മേച്ചുകൊണ്ടിരുന്ന സമയം എത്ര വർഷം? 40 വർഷം. ജീവിതത്തിൻ്റെ അലച്ചിലിൽ, ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടുന്ന വേളകളിൽ, ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട്. നീ ഒന്ന് ദൈവത്തിന് കാതുകൊടുത്താൽ മാത്രം മതി. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ കണ്ടുമുട്ടാൻ ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്. മോശ അങ്ങനെ ഒരു സഹനത്തിൽ അഗ്നിയിലൂടെ സംസാരിക്കുന്നൊരു ദൈവത്തെ കണ്ടുമുട്ടി. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പഴിക്കാതെ, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെ ദൈവത്തിന് സമർപ്പിച്ച്, ആ കാസ ഈശോ എപ്രകാരമാണോ ഗത്സമനിൽ അത് വാങ്ങി പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ആ കാസ ദൈവമേ നിൻ്റെ ഇഷ്ടമനുസരിച്ച് അത് സ്വീകരിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവം സംസാരിക്കും. ആ സ്വരം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ഒരുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉയരുമീ അൾത്താര തന്നിൽ ഉയരേകാൻ നാഥൻ തിരുഭോജ്യമായി ഉയിരും തിരുരക്തവും ചിന്തിയൻ ജീവനായി ഉണർവേകുവാൻ അർപ്പണം ചെയ്യുകയാ. ഉയരുമീ അൾത്താര തന്നിൽ ഉയരേകാൻ നാഥൻ തിരുഭോജ്യമായി ഉയിരും തിരുരക്തവും ചിന്തിയൻ ജീവനായി ഉണർവേകുവാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.